ആർക്കാണ് ബിഗ് ബോസിൻ്റെ കപ്പ്? വെറും നാലാഴ്ചയില്ല 3 ആഴ്ചയാണ് ആ വലിയൊരു മഹത്തായ സംഭവം നടക്കുന്നത്. എൻ്റെ ടോപ്പ് 5 ഞാൻ പറയാം, അതിനുശേഷം നിങ്ങളുടെ ടോപ്പ് 5 നിങ്ങൾ പറയണം. എൻ്റെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് വേറെ ആരുമല്ല, നമ്മുടെ അനീഷ് മാത്രമാണ്. അതിൻ്റെ കാരണം ഞാൻ വ്യക്തമായി പറയാം. ഓക്കെ, 2-ാം സ്ഥാനത്ത് അനുമോളാണ്. ഓക്കെ, 3-ാം സ്ഥാനത്ത് ഷാനവാസ്, 4-ാമത് നമ്മുടെ നിവിൻ, 5-ാം സ്ഥാനത്ത് ആര്യനാണ്. എൻ്റെ പ്രഡിക്ഷൻ ഇതാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പൊന്നുമക്കളെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വലിയൊരു പൂളിൽ വോട്ടിംഗ് ചെക്ക് ചെയ്തു. അതായത് 5 ലക്ഷം ആൾക്കാരാണ് വോട്ടിട്ടത്. അതിൽ 1-ാം സ്ഥാനത്തുള്ളത് അനീഷാണ്. 70% വോട്ട്. എവിടെ പോയി? 5 ലക്ഷത്തിൽ 70% അനീഷിനും, ഈ പറയുന്ന അനുമോൾക്ക് 18, ബാക്കിയുള്ളവർക്ക് 4-ഉം 3-ഉം ഇങ്ങനെയാണ്. എന്താ അല്ലേ? അതായത് അനീഷ് കപ്പെടുക്കുമെന്ന് ഏകദേശം ഉറപ്പായി. നമ്മുടെ അനീഷിൻ്റെ 4 പഴയ വീഡിയോ ഞാൻ സൈഡിൽ വെച്ച് തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഞെട്ടും. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. ഓക്കെ, അദ്ദേഹം വലിയൊരു പുലിയാണ്. അദ്ദേഹം പത്തനംതിട്ടയിലെ ഏത് സ്ഥലമാണ് അഷ്ടമി രോഹിണി നാളിൽ നടക്കുന്ന വള്ളസദ്യക്ക് പേര് കേട്ടോ? പേര് അനീഷ് ടി എ, വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂരിൽ നിന്നാണ്. ഇതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് അറിയാം, കാരണം ഇതിനു വേണ്ടി ഞാൻ തൃശ്ശൂരിൽ നിന്ന് പത്തനംതിട്ടയിലോട്ട് പോയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ്. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ കൂടിയാണ്. 33. താങ്ക് യു മാഡം. എന്താ അല്ലേ, എന്തൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ പറയാം, ഉത്തരം ഞാൻ പറയാം. എന്തൊരു അനീഷാണ്. നിലവിൽ ക്യാരക്ടർ, അതായത് ബിഗ് ബോസിലെ അനീഷിനെ ജസ്റ്റ് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യൂ. രാവും പകലും പോലെ വ്യത്യാസമില്ലേ? ഇന്ത്യ പാകിസ്ഥാൻ പോലെ വ്യത്യാസമില്ലേ? എന്താ അല്ലേ, അനീഷിൻ്റെ റിയൽ ക്യാരക്ടർ ഇതാണ് മക്കളെ. അനീഷ് അവിടെ ഗെയിം കളിക്കുകയാണ്, ഒറ്റക്ക് നിന്ന് ഗെയിം കളിക്കുകയാണ്. അതാണ് ഗെയിം, അതാണ് മൈൻഡ് ഗെയിം. ഓക്കെ, ഇതുകൊണ്ടാണ് സാധാരണക്കാരായ പ്രേക്ഷകർക്ക്, കുടുംബ പ്രേക്ഷകർക്ക് അനീഷിനോട് ഇങ്ങനെ ഇഷ്ടം തോന്നാൻ. ഓക്കെ, തീർന്നല്ല, അടുത്തൊരു വീഡിയോ കൂടി നിങ്ങൾ കാണണം. മുങ്ങിപ്പോയത് സാറിന് അറിയാം, അതുകൊണ്ടാണ്. പ്ലീസ് സാർ, നാട് മുങ്ങിപ്പോയ കാരണമാണ്. പ്ലീസ് സാർ, പ്ലീസ് സാർ. സമയം കഴിഞ്ഞു, ഇനി പറയാൻ അല്ല, സമയം കഴിഞ്ഞു. ഇനി ജറാം എത്ര രൂപയാണ് പറഞ്ഞത്? ഞാൻ 5,000 വരെ പറഞ്ഞു. 5,000 ആണ് ലാസ്റ്റ് വില പറഞ്ഞത്. ഇല്ല, ഓക്കെ, 8,000 റുപ്പീസ് മതി സാർ. ജയറാം ഞെട്ടുകയാണ്. ജയറാമേ, ഇത് ആളാരി? നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഇത് ബിഗ് ബോസ് വിന്നറാണ്. സീസൺ 7 ബിഗ് ബോസിൻ്റെ വിന്നറോടാണ് നിങ്ങളുടെ കളി. എന്താ അല്ലേ, ജയറാം ചിന്തിച്ചിട്ടുണ്ടാവോ? ഇദ്ദേഹം വലിയൊരാളാവും, ഞങ്ങളെപ്പോലെയുള്ള വലിയ ഒരു ആള് ഈ പറയുന്ന അനീഷാവുമെന്ന് ജയറാം വിചാരിച്ചിട്ടുണ്ടോ? ജയറാമിനോട് പറയുകയാണ്, എൻ്റെ നാട് മുങ്ങി ജയറാമേട്ടാ. എന്താ അല്ലേ അനീഷ് ദ ബ്രില്യൻറ്റ്. ഒരു കാര്യം നിങ്ങളോട് പറയാൻ, ഞാൻ അനീഷിനെ വിമർശിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ, പക്ഷേ എനിക്കിപ്പോൾ പേഴ്സണലി ആഗ്രഹം അനീഷ് വിജയിക്കണം എന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു രോമാഞ്ചം. അദ്ദേഹം ബിഗ് ബോസിൽ എങ്ങനെ ഇത്ര ദിവസം പിടിച്ചു നിന്നു? വല്ലാത്ത ജാതി, നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഓക്കെ, അടുത്തൊരു വീഡിയോ കൂടി നിങ്ങൾ കാണണം. മണ്ടൻ. എന്ത് മണ്ടൻ? എന്ത് മണ്ടൻ? മണ്ടൻ? മണ്ടൻ അറിയോ? അതിന്റെ അർത്ഥം അറിയോ? ഇയാൾക്ക് അറിയില്ലെങ്കിൽ പോയ ഡിക്ഷണറിയിലോ. അറിയോ? ഇല്ല, അറിയില്ല. ഇല്ല, മണ്ട. അതിലേക്ക് അർത്ഥം അറിയോ? ഇല്ല, മുന്നിൽ നിൽക്കല്ലേ. ഒരു ചെറിയ ചോദ്യമാണ്, മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ്? അതെനിക്ക് അറിഞ്ഞൂടാ. വിഗതകുമാരൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. കിങ് ഓഫ് ക്ലേ എന്നറിയപ്പെടുന്ന ടെന്നീസ് കളിക്കാരൻ ആരാണ്? റാഫേൽ നഡാൽ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം? ഇരവികുളം നാഷണൽ പാർക്ക്, മൂന്നാർ. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. ശക്തൻ തമ്പുരാൻ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം, ആർട്ട് ഫോം ഏതാണ്? അനീഷ്. കൂടിയാട്ടം. അപ്പൊ അനീഷാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞിരിക്കുന്നത്. ആരാണ് പൊട്ടൻ ആദില? ഒന്നും കൂടി പറയണം. എന്താ, അതായത് ഇദ്ദേഹത്തിന് വിവരവുമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അതാണ്
ലാലേട്ടൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മണിയായി ഉത്തരം പറയുന്ന എന്താ അല്ലേ? അതായത് വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട്. ഇതാണ് കേരളം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. മലയാളികൾ ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ വല്ലാത്ത പാടാണ്. ഇപ്പോൾ എത്ര സിനിമയാണ് പൊട്ടുന്നത്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് തിയേറ്ററിൽ സിനിമ ഇറക്കുന്നു, എത്രയാണ് പൊട്ടുന്നത്. കാരണം എന്താണ്? മലയാളികൾക്ക് ഒരു പടം കണ്ട് ഇഷ്ടപ്പെടാൻ അത്ര പണിയുണ്ട്. ആ മലയാളികൾക്കാണ് അനീഷിനോട് ഇഷ്ടം തോന്നിയത്. ഓക്കെ, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മലയാളി സെലക്ട് ചെയ്യുന്നത് നല്ലതല്ലാതെ ഒന്നിന് എത്ര PR ഈ പറയുന്ന അനുമോളും ആരും എത്ര PR ചിലവാക്കിയിട്ടും ഒരു കാര്യവുമില്ല. സമ്മർ മീഡിയ ഒരു കാര്യവുമില്ല. അനീഷിനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ എത്ര അനുമോളെ പൊക്കി പറഞ്ഞാലും ഒരു കാര്യവുമില്ല എന്ന് സമ്മർ മീഡിയയോട് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്തൊരു മണിയായിട്ടുള്ള ഉത്തരം. ഇതാണ് കേരള മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് മാത്രമാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ക്ലിപ്പും കൂടി നമുക്കൊന്ന് കാണാം. നദിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരാഹാരം നടത്തവെയാണ് ഇദ്ദേഹം അന്തരിച്ചത്. ചോദിച്ചോളൂ. Traders, sell me the answer. 7. 34 and 7. അത്ര വലിയ ടഫായിട്ടുള്ള ഒരു ചോദ്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ഉത്തരം പറഞ്ഞു തരാനായിട്ട് സാധിക്കും. വിളിച്ചാൽ പറഞ്ഞു തരാം. എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. നോക്കൂ, ജയറാമിനെ പോലും ഞെട്ടിക്കുകയാണ് അനീഷ്. ജയറാം ഒരു സിനിമക്കാരനല്ലേ. അപ്പോൾ ജയറാമിന് ഒരു കാര്യം ഉറപ്പായിരിക്കും, ഇവൻ ഒരു നാളല്ലെങ്കിൽ ഒരു നാൾ വലിയവനാവും. അവൻ ആയി കഴിഞ്ഞു മക്കളെ, ഇനി എന്താവാൻ. ഒരു കാര്യം, എൻ്റെ ടോപ്പ് 5 ഒന്നും കൂടി ഞാൻ പറയാം. 1-ാം സ്ഥാനത്ത് നമ്മുടെ അനീഷ്, 2-ാം സ്ഥാനത്ത് അനുമോള്, 3-ാം സ്ഥാനത്ത് ഷാനവാസ്, 4-ാം സ്ഥാനത്ത് നെവിൻ, 5-ാം സ്ഥാനത്ത് നമ്മുടെ ആര്യൻ. നിങ്ങളുടെ ഓരോരുത്തരുടെ ടോപ്പ് 5 ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.